പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി കൃത്യമായി പറഞ്ഞാൽ ഒരു മണിക്കൂർ മാത്രമാണ് ഉള്ളത്. പ്രവർത്തകർ വലിയ തോതിൽ അതിന്റെ ഒരു ആവേശത്തിലാണ്. നാളെ നിശബ്ദ പ്രചരണമാണ്. അതിനു മുമ്പ് ഈ ഒരു വലിയ ആവേശം കൊട്ടിക്കയറി ആ ഒരു ആവേശം അടുത്ത ദിവസം വോട്ടർമാരിലേക്കും കൂടെ എത്തിച്ച് അവരെ ബൂത്തുകളിൽ എത്തിക്കേണ്ട ഒരു സ്ഥിതി കൂടിയുണ്ട്. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലൊരു ആവേശ കലാശം, ആവേശ പോരാട്ടം തന്നെ ഈ ഒരു കൊട്ടിക്കലാശത്തിൽ പാർട്ടികൾ എല്ലാം തന്നെ നടത്തുന്നത്. നമുക്ക് നിലമ്പൂരിലേക്ക് നോക്കിയാൽ 3 മുന്നണികളുടെയും കൊട്ടിക്കലാശമാണ് അവിടെ ഇപ്പോൾ ഇങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുന്നത്. 3 മുന്നണികൾക്കും 3 സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവർ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ കൊട്ടിക്കലാശം നടത്തുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ഒരു സർപ്രൈസ് എലിമെന്റ് എല്ലാ കാര്യത്തിലും വെക്കുന്ന അൻവർ കൊട്ടിക്കലാശത്തിന്റെ കാര്യത്തിലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവസാന നിമിഷം പോയി. അദ്ദേഹത്തിന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡാണ് ഈ കൊട്ടിക്കലാശത്തിനായി അനുവദിച്ചിരുന്നത്. പക്ഷെ അവിടെ കൊട്ടിക്കലാശം നടത്തുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അൻവർ പോവുകയും വീട് കയറിയുള്ള വോട്ട് അഭ്യർത്ഥനയിലേക്ക് PV അൻവർ പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിലുള്ള ആവേശം ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നടക്കുന്നത് കാണാം. ആ 3 വിൻഡോകളിലായി പ്രേക്ഷകർക്കായി കാണിച്ചിരിക്കുന്നത് 3 മുന്നണികളുടെ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ഇതാ എത്ര പ്രവർത്തകർ LDFന്റെ, UDFന്റെ, അതോടൊപ്പം തന്നെ NDAയുടെ എല്ലാം തന്നെ എത്ര പ്രവർത്തകർ അവിടെ പാട്ടും ആട്ടവും ഡാൻസും എല്ലാമായിട്ട് അവിടെ ഈ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങൾ, ആ ഒരു പരസ്യപ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങൾ അവർ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നാൽ ഈ ഒരു അതായത് മെയ് 25-ന്, കഴിഞ്ഞ മാസം മെയ് 25-നാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നത്. കാരണം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇനി ഒരു 10 മാസത്തോളം മാത്രമാണ് ബാക്കി. ജനുവരിയിലാണ് PV അൻവർ അവിടെ രാജിവെച്ച് ഒഴിയുന്നത്. തുടർന്നാണ് പിന്നീട് അവിടെ ഒരു MLA ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന ആളുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. പിന്നീട് അവിടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് ആ മണ്ഡലം പോയി. UDF ആണ് ആദ്യം അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നമുക്ക് നിലമ്പൂരിൽ ഈ ഗ്രൗണ്ടിൽ, അതായത് അവിടെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആവേശ കാഴ്ചകളിലേക്ക് നേരിട്ട് പോകാം. അനന്തു അവിടെ NDAയുടെ ഈ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്ത് നിന്നും അനന്തു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തു ടെലിഫോൺ ലൈനിലാണ് നമുക്കൊപ്പം ചേരുന്നത്. അനന്തു, കേൾക്കാം, അവിടെ എത്രത്തോളമാണ് ആവേശം, വലിയ തോതിലുള്ള ആവേശം ഈ NDAയുടെ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാരണം ഒരു മുന്നണി ഒരു 10 ജീപ്പാണ് കൊണ്ടുവന്നതെങ്കിൽ അടുത്ത മുന്നണി 11 ജീപ്പ് കൊണ്ടുവരും, മറ്റവർ 12 ജീപ്പ് കൊണ്ടുവരും. ആ രീതിയിൽ ഇങ്ങനെ പരസ്പരത്തിലുള്ള ഈ കുടമാറ്റം പോലെയുള്ള മത്സരങ്ങളൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ കാണാറുണ്ട്. ഇന്ത്യയിൽ കൊട്ടിക്കലാശം നടക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് കൂടി ഇക്കാര്യത്തിൽ ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ ഏത് രീതിയിലാണ് കൊട്ടിക്കലാശത്തിന്റെ ആവേശം അവിടെ പോകുന്നത്? ടെലിഫോൺ ബന്ധത്തിൽ ചില സാങ്കേതിക തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രവർത്തകർ അവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആഘോഷവും ആവേശവും എല്ലാം പങ്കിടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്കുകളുടെ ഒരു ചെറിയ പ്രശ്നം നമുക്കുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാവുന്നതാണ്. PCR-ന് ആ ദൃശ്യങ്ങൾ കാണിക്കാവുന്നതാണ്. അതായത് ഏത് രീതിയിലാണ് അവിടെ ആളുകളുടെ ആവേശം എന്നുള്ളത് കൃത്യമായി കാണാനായിരിക്കും സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ എല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവുക. ആ ആവേശമാണ് നമ്മൾ ഈ സ്ക്രീനുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, സ്ത്രീകളെല്ലാം തന്നെ വലിയ തോതിൽ ഡാൻസ് കളിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാമെന്ന് തോന്നുന്നു. അവിടെ ആ ദൃശ്യങ്ങൾ അതിൻ്റെ കാണുകയും അതിൻ്റെ ആവേശമെല്ലാം നമുക്ക് കേൾക്കുകയും ചെയ്യാം. NDAയുടെ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലം അത് PV's ജംഗ്ഷൻ ആണെന്ന്
മനസ്സിലാക്കുന്നു. PV's ജംഗ്ഷനിൽ നിന്നും അനന്തു നമുക്കൊപ്പം ലൈവായി തന്നെ ചേരുന്നുണ്ട്. അനന്തു, NDA ഏറ്റവും അവസാനമാണ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ആദ്യം മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് നല്ല രീതിയിലുള്ള ഒരു പ്രചരണം തന്നെ അവിടെ നടത്തി. അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു മുന്നൊരുക്കം കൂടി അവിടെ NDA ലക്ഷ്യം വെക്കുന്നുണ്ട്. വലിയ ആവേശം തന്നെയാണ്. ആവേശം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആവേശമാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മൂന്ന് മുന്നണികളും വളരെ ശക്തമായി പ്രചരണം നടത്തുന്നു, കൊട്ടിക്കലാശം നടത്തുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഉള്ളത് NDAയുടെ ഈ ഒരു കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്താണ്. ഇതിന്റെ രണ്ട് വശങ്ങളിലും UDF-ഉം LDF-ഉം കൊട്ടിക്കലാശം നടത്തുന്നുണ്ട്. നിലമ്പൂർ ടൗണിന്റെ മധ്യത്തിൽ, ഇരു മുന്നണികൾക്കും മധ്യത്തിലായാണ് NDAക്ക് ഈ കൊട്ടിക്കലാശം നടത്താൻ, അല്ലെങ്കിൽ പരസ്യ പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ ഉച്ച പ്രകടനം നടത്താനുള്ള ഒരു സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ നടുവിലാണ് NDAയുടെ ഒരു കൊട്ടിക്കലാശം നടക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വാഹനത്തിലുണ്ട്. അതോടൊപ്പം പ്രവർത്തകർ അത്യാവേശത്തിലാണ്. അവർ പാട്ടുപാടിയും നൃത്തം ചെയ്തും പതാകകൾ വീശിയും എല്ലാം വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു കൊട്ടിക്കലാശം, നിലമ്പൂർ മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ആവേശം നമുക്ക് അവരിൽ കാണാൻ സാധിക്കും. വിനയ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിലായാണ് NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ പ്രഖ്യാപിക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിലെല്ലാം BJP അല്ലെങ്കിൽ NDA മത്സരിക്കുന്നില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയായിരുന്നു. അത് പതിനോറ് കർഷകരുടെ ഒരു പ്രതിനിധിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അങ്ങനെ ഒരു പ്രതിനിധിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. പിന്നീട് NDA ആ ഒരു മേഖല കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. നമുക്കറിയാം, NDA ഈ മലയോര കർഷകരുടെ വോട്ടുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ, അങ്ങനെയുള്ള വോട്ടുകളെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് മണ്ഡലത്തിൽ ശക്തി കാണിക്കാനാണ് NDA ഇറങ്ങുന്നത്. അവരുടെ എത്രത്തോളം ശക്തി മണ്ഡലത്തിലുണ്ട് അത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാകട്ടെ, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അവരുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. വളരെ വലിയ തരത്തിലുള്ള ഒരു പ്രചാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളടക്കം, BJP സംസ്ഥാന അധ്യക്ഷനടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലുണ്ടായിരുന്നു. അവരെല്ലാം മോഹൻ ജോർജിന് വേണ്ടി പ്രചാരണം നടത്തി. അങ്ങനെ BJP സർവശക്തിയും എടുത്ത് മണ്ഡലത്തിൽ പ്രചാരണം നടത്തുകയായിരുന്നു. അതെല്ലാം അവരുടെ എത്രത്തോളം വോട്ടുകൾ തങ്ങൾക്ക് സമാഹരിക്കാൻ സാധിക്കും. വലതു മുന്നണികൾ തന്നെയാണ് മത്സരമെങ്കിൽ പോലും തങ്ങൾക്ക് എത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കാനാണ് അവർ, ഈ ഒരു കരുത്ത് പ്രകടിപ്പിക്കാനാണ് മണ്ഡലത്തിൽ ഇത്രയും നേരം പ്രവർത്തനം നടത്തിയത്. ഏറ്റവും അവസാനത്തെ മണിക്കൂറിലും പരസ്യ പ്രചരണത്തിൽ ഏറ്റവും അവസാനത്തെ മണിക്കൂറിലും അവർ കാണിക്കുന്നുണ്ട്. വളരെ വലിയ ആവേശത്തിൽ അവർ സ്ഥാനാർത്ഥിയോടൊപ്പം മുതിർന്ന നേതാക്കളോടൊപ്പം എല്ലാം നിരത്തിലിറങ്ങി നൃത്തം ചെയ്തും എല്ലാം പറയുന്നു, ഈ ആവേശം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ ഒരു മുന്നണി എത്ര ചെയ്യുന്നുണ്ടോ അതിന്റെ ഇരട്ടിയായി ആവേശം കാണിക്കാൻ മറ്റു മുന്നണികൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരു ആവേശം തന്നെയാണ് നിലമ്പൂരിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇടതും വലതും മുന്നണികൾ, NDAയുടെ ഇടതും വലതും തന്നെ പരസ്യ പ്രചരണം അവസാനിപ്പിക്കാൻ കൊട്ടിക്കലാശം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മധ്യത്തിലാണ് NDA ഉള്ളത്. അവർ ഈ രണ്ട് മുന്നണികളുടെ ആവേശത്തോടൊപ്പം തന്നെ NDAയുടെ ആവേശവും ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാ അപ്പോൾ അതാണ് NDAയുടെ ഒരു ആവേശ കലാശക്കൊട്ടിന്റെ ദൃശ്യ വിവരണങ്ങളാണ് ഇപ്പോൾ അനന്തു തന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, നമ്മുടെ ശ്യാംരാജ് ഒക്കെ തകർത്ത് ആടുന്നുണ്ട്. ശ്യാംരാജ് ABVP-യിലൂടെ വന്ന് പിന്നീട് BJP-യിലേക്ക് എത്തിയ BJP-യുടെ ഒരു യുവ തുർക്കിയാണ്. പ്രത്യേകിച്ച് ഗോത്രമേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. ശ്യാംരാജ് ഒക്കെ വളരെ വലിയ തോതിൽ അവിടെ ഡാൻസ് കളിക്കുന്ന ഇതെല്ലാം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടു.